Welcome back. Next, we will discuss questions. Amines in the chapter. Amines in the chapter questions are we will discuss. There are 8 questions on previous year right ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ് 8 questions ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ തിയറി ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയാം. അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് നേരിട്ട് പോവാം. ഒന്നാമത്തെ ചോദ്യം. First question. Reduction of alkane nitriles with sodium and alcohol is called. Reduction of alkane nitrile with sodium and alcohol is called. Option A, Wolff-Kishner reduction. Option B, Rosamund's reduction. Option C, MPV reduction. Option D, Clemmensen reduction. Option E, Mendius reduction. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ നമുക്ക് നോക്കാം. Reduction of alkane nitrile with sodium and alcohol. Method of preparation of amines നിങ്ങൾ പഠിച്ചാണ്. Alkane nitrile, that is alkyl cyanide, reduce reduction by using sodium and alcohol. Sodium alcohol use ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? RCH2NH2, that is primary amine. ഇതുപോലെ തന്നെ alkyl isocyanate on reduction gives so reduction with sodium and alcohol. The product is RNHCH3, that is secondary amine. In under reaction, reduction of alkyl cyanide and alkyl isocyanate to corresponding primary amine and secondary amine. The reaction is called Mendius reduction. ഇതിനെ പറയുന്ന പേരാണ് ഈ റിയാക്ഷന് പറയുന്ന പേരാണ് മെൻഡിയസ് റിഡക്ഷൻ. അപ്പൊ നെയിം റിയാക്ഷൻ ആണ്, NCERT ടെക്സ്റ്റിൽ ഇല്ലാത്ത റിയാക്ഷൻ ആണ്, പക്ഷെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദ റിയാക്ഷൻ ഈസ് കോൾഡ് മെൻഡിയസ് റിഡക്ഷൻ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്ത് വരും? Reduction of alkane nitrile with sodium and alcohol is called Mendius reduction. Answer is option E. Okay. Then second question. How many isomeric amines having the formula C3H9N? C3H9N എന്നുള്ള molecular formula എത്ര possible amines ഉണ്ട് എന്ന്. Okay. അപ്പോൾ നമുക്ക് amines-ന്റെ general formula CnH2n plus 3 എന്നാണ്. CnH2n plus 3n ഇതാണ് അമീൻസിന്റെ ജനറൽ ഫോർമുല. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഫോർമുല C3H9 എന്നാണ്. അപ്പൊ ഇതൊരു അമീൻ ആണെന്ന് നമുക്ക് മനസ്സിലാവും. ജനറൽ മോളിക്കുലാർ ഫോർമുല അമീൻസ് ആർ CnH2n plus 3n. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഫോർമുല C3H9n. അപ്പൊ C3H6 plus 3 9. അപ്പൊ തന്നിരിക്കുന്ന മോളിക്കുലാർ ഫോർമുല ഒരു അമീൻ ആണെന്ന് മനസ്സിലായി. അമീൻസ് 3 തരമാണ്. ഏതൊക്കെയാണ്? പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ ആൻഡ് ടെർഷ്യറി അമീൻ. അല്ലെ? അമീൻസ് 3 എണ്ണമാണ്. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി. 3 അമീൻസ്. അപ്പൊ നമുക്ക് ഈ മോളിക്കുലാർ ഫോർമുലയിൽ പോസിബിൾ ആവുന്ന അമീൻസിന്റെ എണ്ണം. അപ്പൊ ആദ്യം നമുക്ക് പ്രൈമറി അമീൻ 3 കാർബൺ, ഒന്നാമത്തെ കാർബൺ NH, വീണ്ടും അതേ 3 കാർബൺ, രണ്ടാമത്തെ കാർബൺ NH. ഓക്കെ. അപ്പൊ പ്രൈമറി അമീനിൽ 2 അമീൻസ് ആണ് പോസിബിൾ. ഒന്ന് പ്രൊപ്പനാമീൻ, രണ്ടാമത്തെ പ്രൊപ്പാൻ 2 അമീൻ. സെക്കൻഡറി അമീനിന്റെ ഫംഗ്ഷണൽ പ്രെഗ്നൻസ് ആണ്. അപ്പൊ അത് ഒരു കാർബൺ കൊടുത്ത് ഇവിടെ 2 കാർബൺ, ഒരു കാർബൺ ഇവിടെ, അപ്പുറത്ത് 2 കാർബൺ, ദാറ്റ് ഈസ് N-methyl ethanamine. 2 കാർബൺ ഇപ്പുറത്ത്, ഒരു കാർബൺ അപ്പുറത്തും ആക്കിയാൽ സെയിം ഫോം. ഓക്കെ. ദെൻ ടെർഷ്യറി അമീൻ പറഞ്ഞാൽ 3 കാർബണാണ്, NN ഡൈമീഥൈൽ മെത്തനാം. ഞാൻ IUPAC നെയിം എഴുതുന്നു. അപ്പോ പ്രൈമറി അമീൻ 2 എണ്ണം, സെക്കൻഡറി അമീൻ 1 എണ്ണം, ടെർഷ്യറി അമീൻ 1 എണ്ണം. അപ്പോ ടോട്ടൽ നമ്പർ ഓഫ് ഐസോമേഴ്സ് ഫോർ ദി മോളിക്കുലാർ ഫോർമുല C3H9N is 4. ഓക്കെ. 4 ഐസോമേഴ്സ് ആണ് ഈ മോളിക്കുലാർ ഫോർമുലയിൽ ഉള്ളത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? ടോട്ടൽ നമ്പർ ഓഫ് ഐസോമേഴ്സ് ഫോർ ദി മോളിക്കുലാർ ഫോർമുല C3H9N is answer is 4. Option C.
Third question. The end product in the following sequence of reaction. താഴെ കൊടുത്തിരിക്കുന്ന sequence of reaction end product. Okay. So first benzene ആണ്. Benzene concentrated H2SO4. Then HNO. X എന്നുള്ള product ആണ്. Then N bar Cl. ഇതാണ് ചോദ്യം. Benzene concentrated sulfuric acid nitric acid. ഈ റിയാക്ഷൻ എന്താണ്? Nitration, electrophilic nitration. X കിട്ടും. X on in bar HCl. That is the reaction is reduction. അപ്പൊ നമ്മുടെ X എന്നുള്ള കോമ്പൗണ്ട് എന്താണ്? Nitrobenzene. Benzene on nitration gives nitrobenzene. Nitrobenzene reduce ചെയ്താൽ അപ്പൊ ഈ പ്രോസസ് എന്താണ്? Reduction. ഈ പ്രോസസ് എന്താണ്? Nitration. First process nitration, second process reduction. Benzene on nitration gives nitrobenzene. Nitrobenzene on reduction gives aniline. അപ്പൊ ഇതെല്ലാം റിയാക്ഷൻ മനസ്സിലാവണമെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് റിയേജന്റ് കാണാതെ അറിയാം. ഇത് നൈട്രേഷന്റെ റിയേജന്റ് ആണെന്നും ഇൻ ബാർ HCl റിഡക്ഷൻ ആണെന്നും നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എന്ത് വരും? തേർഡ് ക്വസ്റ്റ്യൻ aniline. അപ്പൊ ആൻസർ ഈസ് ഓപ്ഷൻ. ഓക്കെ, fourth question. Aniline react with benzoyl chloride in presence of aqueous NaOH gives N-phenyl benzamide. This reaction is what? നമ്മുടെ NCERT ലുള്ള റിയാക്ഷൻ ആണ്. Aniline react with benzoyl chloride. Aniline react with benzoyl chloride. Aniline NH2. Benzoyl chloride എന്ന് പറഞ്ഞാൽ CnC ഡബിൾ ബോണ്ട് O benzene. ഇതാണ് benzoyl chloride. അപ്പൊ aniline on reaction with benzoyl chloride. ഇതാണ് aniline. ഇത് benzoyl chloride. ഓക്കെ, അപ്പൊ എന്താ ഇവിടുന്ന് ഒരു ക്ലോറിനും എച്ചും HCl ആയിട്ട് അവിടെ എലിമിനേറ്റ്. അങ്ങനെ എലിമിനേറ്റ് ചെയ്താൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ്? ബെൻസീൻ NH C double bond O, that is N-phenyl benzamide. N-phenyl benzamide. N-phenyl benzamide is formed. ഈ റിയാക്ഷന്റെ പേരാണ് ചോദിച്ചത്. ഇത് ബെൻസോയിലേഷൻ ഓഫ് അനലിൻ ആണ്, അല്ലെങ്കിൽ ജനറലി ഇത് റിയാക്ഷൻ ഈസ് കോൾഡ് ബെൻസോയിലേഷൻ. നമ്മൾ അസൈലേഷൻ പഠിച്ചിട്ടുണ്ട്, ഫ്രെഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ അല്ലെ? അതുപോലെ ബെൻസോയിലേഷൻ റിയാക്ഷൻസ് ആർ കോൾഡ് ഷോർട്ടൻ-ബോമൻ റിയാക്ഷൻ. The reaction is called Schotten-Baumann reaction. Schotten-Baumann reaction. ഈ റിയാക്ഷൻ പറയുന്ന പേരാണ് ഷോർട്ടൻ-ബോമൻ റിയാക്ഷൻ. അപ്പൊ ഇത് അനലിന്റെ മാത്രമല്ല, ഫീനോളിന്റെ ബെൻസോയിലേഷൻ ഓഫ് ഫീനോൾ is also called Schotten-Baumann reaction. So benzoylation of aniline and benzoylation of phenol, both reactions are known as Schotten-Baumann reaction. Okay, അപ്പോ നമ്മുടെ ചോദ്യത്തിന് ആൻസർ എന്ത് വരും? നാലാമത്തെ ചോദ്യം, the reaction is called Schotten-Baumann reaction. അപ്പൊ ആൻസർ is option D. Okay, fifth question. The conversion of meta-dinitrobenzene into meta-nitroaniline can be brought out with. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചോദ്യം. ഇന്നത്തെ IIT എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ,
അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ചോദ്യത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: കൺവേർഷൻ ഓഫ് മെറ്റാനൈട്രോ മെറ്റാഡൈനൈട്രോബെൻസീൻ ഇൻടു മെറ്റാനൈട്രോഅനലിൻ. ഓക്കെ, conversion of മെറ്റാഡൈനൈട്രോബെൻസീൻ into മെറ്റാനൈട്രോഅനലിൻ. അപ്പൊ നമുക്ക് ആ റിയാക്ഷൻ എഴുതുമ്പോൾ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാവും. മെറ്റാഡൈനൈട്രോബെൻസീൻ ഇതെന്തായിട്ട് മാറുന്നു? മെറ്റാനൈട്രോ. അപ്പൊ നിങ്ങൾ നോക്കിയ ഈ റിയാക്ഷൻ കാണുമ്പോൾ ഈ കോമ്പൗണ്ടിൽ രണ്ട് നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്. നൈട്രോ ഗ്രൂപ്പ് NH2 ആയിട്ട് മാറി. ഒരു നൈട്രോ ഗ്രൂപ്പ് NH2 ആയിട്ട്, മറ്റേ നൈട്രോ ഗ്രൂപ്പിന് യാതൊരു ചേഞ്ചും. അപ്പൊ നമുക്കറിയാം നൈട്രോ ഗ്രൂപ്പ് NH2 ആയിട്ട് മാറുന്ന റിയാക്ഷൻ റിഡക്ഷൻ മുമ്പ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതൊരു സെലക്റ്റീവ് റിഡക്ഷൻ റിയാക്ഷൻ. റിയാക്ഷൻ ഈസ് കോൾഡ് സെലക്റ്റീവ് റിഡക്ഷൻ. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഒന്നിൽ കൂടുതൽ ഐഡന്റിക്കൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള സമയത്തും അതിൽ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിനെ മാത്രം റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, അതിനാണ് സെലക്റ്റീവ് റിഡക്ഷൻ. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു NO2 ഗ്രൂപ്പിനെ മാത്രം റെഡ്യൂസ് ചെയ്ത് എന്താക്കി മാറ്റാം? NH2. മനസ്സിലായോ? അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റ് ആണ് അമോണിയം സൾഫൈഡ്. റിഡക്ഷൻ ഓഫ് ammonium sulfide. By using ammonium sulfide, we can undergo selective, അല്ലെങ്കിൽ we can do selective reduction. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട റിയേജന്റ് ആണ്, അറിഞ്ഞിരിക്കണം. By using ammonium sulfide or sodium sulfide ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സെലക്റ്റീവ് റിഡക്ഷൻ ഓഫ് നൈട്രോ ഗ്രൂപ്പ് നടത്താം. അപ്പൊ ഒന്നിൽ കൂടുതൽ നൈട്രോ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൽ ഒരു നൈട്രോ ഗ്രൂപ്പ് മാത്രമേ എന്ത് ചെയ്യൂ? റെഡ്യൂസ് ചെയ്യൂ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? The conversion of metadinitrobenzene into metanitроaniline is carried out by option A, ammonium sulfide. അമോണിയം സൾഫൈഡ്. ബാക്കിയുള്ള എല്ലാം റെഡ്യൂസിങ് ഏജൻസ് ആണ്, പക്ഷെ അതെല്ലാം എന്ത് ചെയ്യും? രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പിനെയും ഒരുമിച്ച് റെഡ്യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ ആരെ മാത്രം റെഡ്യൂസ് ചെയ്യും? ഒരു രണ്ട് നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്, പക്ഷെ അത് ഒരു നൈട്രോ ഗ്രൂപ്പ് മാത്രമേ റെഡ്യൂസ് ചെയ്യൂ. സിക്സ്ത് ക്വസ്റ്റ്യൻ. Benzene diazonium salt coupled with phenol in alkaline medium forms. Benzene diazonium chloride വളരെ പ്രധാനപ്പെട്ട റിയാക്ഷൻസ് ആണ്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, രണ്ടാമത്തെ കപ്ലിംഗ് റിയാക്ഷൻ. ബെൻസിൻ ഡയാസോണിയം ക്ലോറൈഡ് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള അരോമാറ്റിക് കോമ്പൗണ്ടുമായി ആൽക്കലൈൻ മീഡിയത്തിൽ അണ്ടർഗോ കപ്ലിംഗ് റിയാക്ഷൻ. അപ്പൊ കപ്ലിംഗ് റിയാക്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു സിഗ്നിഫിക്കൻസ് ആണ്. ദർ ഈസ് നോ എവല്യൂഷൻ ഓഫ് നൈട്രജൻ ഗ്യാസ്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ നൈട്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യും. നമ്മൾ സാൻമേസ് റിയാക്ഷൻ, ഗട്ടർമാൻ റിയാക്ഷൻ, ബാൽഷേമൻ റിയാക്ഷൻ, ഫീനോളിന്റെ പ്രിപ്പറേഷൻ, ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അവിടെ എല്ലാം എന്ത് ചെയ്യും? നൈട്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യും. എന്നാൽ കപ്ലിംഗ് റിയാക്ഷനിൽ എവല്യൂഷൻ ഓഫ് നൈട്രജൻ ടേക്സ് പ്ലേസ് ചെയ്യില്ല. മാത്രമല്ല ഈ അരോമാറ്റിക് കോമ്പൗണ്ട്സ് തന്നെ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള അരോമാറ്റിക് കോമ്പൗണ്ട്, ഫോർ എക്സാമ്പിൾ ഫീനോൾ, അതുപോലെ അനലിൻ, അങ്ങനെയുള്ള കോമ്പൗണ്ട് ആണ് കപ്ലിംഗ് റിയാക്ഷൻ ബെൻസിൻ ഡയാസോണിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് അനലിൻ ബെൻസിൻ ഡയാസോണിയം ക്ലോറൈഡ് N2Cl is react with phenol. So phenol എന്താണ്? ഒരു ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട് ആണ്. കാരണം ബെൻസീൻ OH ഗ്രൂപ്പ് എന്താണ്? ഒരു പ്ലസ് M ആണ്. അപ്പൊ ഈ ഫീനോളിന്റെ പാരാപുഷ്ടന്റെ ഹൈഡ്രജൻ, അവിടെയുള്ള ഹൈഡ്രജൻ മോർ റിയാക്റ്റീവ് ആവും. കാരണം OH ഗ്രൂപ്പ് ഒരു സ്ട്രോങ്ലി ആക്ടിവേറ്റിംഗ് ആണ്. അപ്പൊ അവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിട്ട് ഡെപ്പോസ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിട്ട് കാണുന്നത് ഓർത്തോലും പാരയിലാണ്. അപ്പൊ പാരാപുഷ്ടനാണ് കൂടുതൽ ആക്ടിവേറ്റിംഗ് ഇഫക്റ്റ് കാണുന്നത്. അപ്പൊ ഇവിടെയുള്ള ഹൈഡ്രജൻ ഈ N2Cl ബെൻസിൻ ഡയാസോണിയം ക്ലോറൈഡിലെ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്താൽ -HCl. അതാണ് പ്രൊഡക്റ്റ് എന്താവും? N2 എന്ന് പറഞ്ഞാൽ N ഡബിൾ ബോണ്ട്.
benzene. Okay. N double bond N വന്നാൽ അതിനെ പറയുന്ന പേരാണ് azobenzene. Okay. അപ്പോൾ എന്താ പറയുക para hydroxy azobenzene. Para hydroxy azobenzene. ഇതിന്റെ കളർ നിങ്ങൾക്ക് അറിയാം ഓറഞ്ച്. ഓറഞ്ച് ടൈപ്പ്. അപ്പൊ ഈ N ഡബിൾ ബോണ്ട് N അസോ കോമ്പൗണ്ടുകളെല്ലാം എന്താണ് കളേർഡ് ആണ്. അപ്പൊ അതെന്താണ് ഓറഞ്ച് കളറിലാണ്. ഇതുപോലെ തന്നെയാണ് ബെൻസീൻ ഡയാസോണുകൾ റിയാക്ട് വിത്ത് ഫീനോ അനലിൻ. അനലിൻ ആവുന്നത് പാരാ അമിനോ അസോബെൻസിൻ. അതിന്റെ കളർ യെല്ലോ ആണ്. ദാറ്റ് ഈസ് അനലിൻ യെല്ലോ എന്നറിയപ്പെടുന്ന കോമ്പൗണ്ട്. ഇതാണ് കപ്ലിംഗ് റിയാക്ഷൻ. അപ്പൊ നമ്മളെ ചോദ്യത്തിന്റെ ആൻസർ എന്ത് വരും? ആറാമത്തെ ചോദ്യം benzene diazonium salt coupled with phenol in alkaline medium forms para hydroxy azobenzene. Answer is option A. Okay. അപ്പൊ ഇതിന്റെ കളർ ഓർത്തിരിക്കണം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് in alkaline medium forms orange അല്ലെങ്കിൽ hydroxy para hydroxy benzene azobenzene which is the color of this compound അല്ലെങ്കിൽ ഡാഷ് കളേർഡ് കോമ്പൗണ്ട് എന്നൊക്കെ ചോദിക്കും. അപ്പൊ കളർ അറിഞ്ഞിരിക്കണം. പാരാ ഹൈഡ്രോക്സി അസോബെൻസിന്റെ കളർ ഓറഞ്ച് ആണ്. ഓക്കെ. സെവൻത് ക്വസ്റ്റ്യൻ. When acetamide is treated with NOBr, the product formed is നിങ്ങൾക്ക് അറിയുന്ന റിയാക്ഷൻ ആണ്. പക്ഷെ അത് അങ്ങനെ ചോദിക്കുമ്പോൾ ചില ആൾക്ക് കൺഫ്യൂഷൻ. അസറ്റമൈഡ് CH3 C double bond O എന്ന് ലാസ്റ്റ് നമ്പർ റിയാക്ട് വിത്ത് NaOBr. NaOBr എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കണ്ട. ഇറ്റ്സ് എ മിക്സർ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ബ്രോമൈഡ്. അതുപോലെ KOBr NaOBr അല്ലെങ്കിൽ KOBr NaOH ഉം ബ്രോമിൻ. ഓക്കെ. KOBr എന്ന് പറഞ്ഞാൽ KOH ഉം ബ്രോമിൻ. അപ്പൊ നമുക്കറിയാം ആസിഡാമൈഡ് റിയാക്ട് വിത്ത് ബ്രോമിൻ ആൻഡ് ആൽക്കലി. ഈ റിയാക്ഷൻ നിങ്ങൾക്ക് അറിയാം എന്താണ്? ഓഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ അല്ലെ? ഈ ഓഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷന്റെ സിഗ്നിഫിക്കൻസ് നമുക്കറിയാം. ടു ഫോം അമീൻസ് വിത്ത് 1 carbon less. ഒരു കാർബൺ കുറവുള്ള അമീൻ. അപ്പൊ നമുക്ക് എന്താ CH3 NH2. ഒരു കാർബൺ കുറവുള്ള പ്രൈമറി അമീൻ ദാറ്റ് ഈസ് മെത്തനമീൻ. അപ്പൊ അസറ്റമൈഡിൽ 2 കാർബൺ ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന അമീൻസിൽ ഒരു കാർബൺ ആയിരിക്കും. അപ്പൊ ദ പ്രൊഡക്റ്റ് ഈസ് മെത്തനമീൻ. ദ റിയാക്ഷൻ ഈസ് കോൾഡ് ഓഫ്മാൻസ് ബ്രോമമൈഡ് റിയാക്ഷൻ. അപ്പൊ NaOBr അതുപോലെ KOBr ഇത് രണ്ടും ഓർത്തിരിക്കണം. NaOBr എന്ന് പറഞ്ഞാൽ മിക്സർ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ബ്രോമിൻ. KOBr എന്ന് പറഞ്ഞാൽ മിക്സർ ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് ബ്രോമിൻ. Therefore the answer is CH3NH2. That is option E. Okay. Then last question, option എട്ടാമത്തെ ചോദ്യം. Aniline is reactive with bromine water and the resulting product is treated with aqueous solution of sodium nitrite in presence of dilute HCl. The compounds of formed is converted into tetrafluoroborate which is subsequently heated dry. The final product is. അപ്പൊ നമ്മൾ സീക്വൻസ് ഓഫ് റിയാക്ഷൻ തരുന്നതിന് പകരം ആ റിയാക്ഷന്റെ പ്രൊസീജിയർ വേർഡ്സിൽ തന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ച് ആ ഓരോ റിയാക്ഷന്റെ സീക്വൻസും അതുപോലെ എഴുതണം. ഓക്കെ. ചോദ്യം ഇതാണ്. അനലിൻ ഈസ് ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ വാട്ടർ. ഫസ്റ്റ് റിയാക്ഷൻ അനലിൻ ഈസ് ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ വാട്ടർ. ബ്രോമിൻ വാട്ടർ. അപ്പൊ നമുക്കറിയാം ഇത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. എന്താ സംഭവിക്കാം? അനലിന്റെ 2 ഓർത്തോനും ഒരു പാരയും ആര് വരും? ബ്രോമിൻ. 2,4,6 tribromo aniline. Okay. The resulting product is treated with aqueous solution of sodium nitrite in presence of dilute HCl. The product is treated with sodium nitrite and HCl. Okay. ഈ റിയാക്ഷൻ എന്താണ്?
ഡയാസോട്ടൈസേഷൻ. അനലിനെ ഡയാസോട്ടൈസേഷൻ ഉപയോഗിക്കുന്നതാണ് അല്ലെ. HNO2 അല്ലെങ്കിൽ മിക്സർ ഓഫ് സോഡിയം നൈട്രേറ്റ് ആൻഡ് HCl. അപ്പൊ നമ്മളെ പ്രൊഡക്റ്റ് ഉണ്ടാവും ബ്രോമിൻ NH2 എന്നുണ്ടാവും N2CO, benzene diazonium chloride. Okay, തീർന്നില്ല. The compounds of bromide is converted into tetrafluoroborate, which is subsequently heated and tetrafluoroborate HBF4 react. അങ്ങനെ HBF4 റിയാക്ട് ചെയ്യാൻ നമുക്ക് ടെട്രാഫ്ലൂറോബോറേറ്റ്. ഓക്കെ, ടെട്രാഫ്ലൂറോബോറേറ്റ് പറഞ്ഞാൽ ഓക്കെ, ടെട്രാഫ്ലൂറോബോറേറ്റ്. ഈ യാതൊരു മാറ്റമില്ല. അതുപോലെ ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബ്രോമിന് യാതൊരു മാറ്റമില്ല. 2,4,6,5 ബ്രോമോ. That is 2,4,6,5-bromo fluorobenzene. 2,4,6-tribromo fluorobenzene. അപ്പൊ ആ സീക്വൻസ് ഓഫ് റിയാക്ഷന്റെ ഫൈനൽ പ്രൊഡക്റ്റ് 2,4,6-tribromo fluorobenzene. അപ്പൊ നമ്മുടെ ആൻസർ ഏത് വരും? 2,4,6-tribromo fluorobenzene. The answer is option C. Okay. Aniline is treated with the bromine water to form 2,4,6-tribromo aniline, which on diazotization gives 2,4,6-tribromo benzene diazonium chloride, which on reaction with fluoroboric acid എന്താവും? ടെട്രാഫ്ലൂറോബോറേറ്റ് ആവും. അതിന് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2,4,6-tribromo fluorobenzene. ഓക്കെ, അപ്പൊ ഇത്രയാണ് അമീൻസ് എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോ തിയറി പാർട്ട് നന്നായിട്ട് പഠിക്കുക. അതിന്റെ ബേസിൽ ഓരോ റിയാക്ഷൻസിന്റെയും റിയേജൻസ് ബൈ ഹാർട്ട് ആക്കുക. അപ്പൊ നീറ്റൊക്കെ എക്സാം ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണ് നിങ്ങൾ. നീറ്റൊക്കെ ചില ആൾക്കാർ എഴുതിയിട്ടുണ്ടാവും. അപ്പോ അതുപോലെ തന്നെ കൃത്യമായിട്ട് റിയേജൻസും അതുപോലെ റിയാക്ഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ.